ഹലോ ഗായ്സ്, ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഹെയറിൽ എണ്ണ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി. കുറേ ദിവസമായി കേട്ടോ തലയിലൊക്കെ ഒന്ന് നന്നായി എണ്ണ തേച്ച് കൊടുത്തിട്ട് ചുമ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി തേക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത്. കൃതജ്ഞ ആയൊരു ഹെയർ എലിക്സർ എന്ന് പറയുന്ന ഒരു ഓയിൽ. ഇത് രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ. ആദ്യത്തെ ബോട്ടിൽ യൂസ് ചെയ്തു, നന്നായതുകൊണ്ടാണ് രണ്ടാമത് ഞങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ റൂട്ട്സിൻ്റെ സ്മെല്ലാണ് ഈ ഒരു ഹെയർ ഓയിലിന് വരുന്നത്. ഒരു പ്രത്യേക തരം സ്മെല്ലാണ്. അപ്പോൾ സ്കാൽപ്പിലും എല്ലാവരുടെയും തന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ആഴ്ചയിലാണെങ്കിലും മതി. അതുപോലെ തന്നെ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ബേബി ഷാമ്പു ഇട്ടിട്ട് വേണം കഴുകിക്കളയാൻ. എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഷാമ്പു ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ബേബി ഷാമ്പു ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. അതുപോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. സ്കാൽപ്പിൽ കൂടുതൽ മസാജ് ചെയ്ത് കൊടുത്താൽ തലയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സ്കാൽപ്പിൽ മാത്രമല്ല, നമ്മുടെ തുമ്പത്തുണ്ടല്ലോ, ഈ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നത് കൂടുതൽ തുമ്പത്തായിരിക്കും. അപ്പോൾ തുമ്പിൻ്റെ ഭാഗത്തും നിങ്ങൾ കുറച്ച് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണത് നല്ലതാണ്. എന്നോട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏത് ഹെയർ ഓയിലാണ് നല്ലത് എന്ന്. ഓരോരുത്തരും ഓരോ ഹെയർ ഓയിലാവും ഉണ്ടാക്കുന്നത്, തേക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്നവരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇങ്ങനെ വാങ്ങുന്നവരുണ്ടായിരിക്കും. നമ്മൾ കൂടുതലും തേക്കുന്നത് ഈ ഒരു ഓയിലും പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. അത് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് കേട്ടോ. ചെമ്പരത്തിയാതി ഹെയർ ഓയിൽ നല്ലൊരു ഹെയർ ഓയിലാണ് എന്ന്. ഇതിപ്പോൾ അടുത്തായിട്ട് യൂസ് ചെയ്യുന്നത് തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ താരം പോവാനൊക്കെ നല്ലതാണ്. പിന്നെ തേച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച തേച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുമൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം. പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായി തഴച്ചു വളരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. മുടി വളരേണ്ടവർക്ക് മാത്രമേ വളരുള്ളൂ. പക്ഷേ മുടിക്ക് നല്ലൊരു കൊഴിച്ചിൽ അങ്ങനത്തെ ഒക്കെ മാറി കിട്ടുമെന്ന് മാത്രം കേട്ടോ. മുടി ഇപ്പോൾ ചിലവർക്ക് മുടിയിൽ എന്ത് തേച്ചാലും മുടി വളരണമെന്നൊന്നുമില്ല. ചിലവർക്ക് ഒന്നും തേക്കേണ്ട, പക്ഷേ മുടി നന്നായി വളരും. അതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും. അതുപോലെ തന്നെ മുടിയുടെ മുൻഭാഗം മാത്രമല്ല, ബാക്കിക്കും നന്നായി തേച്ച് കൊടുക്കണം ഹെയർ ഓയിൽ. മുടി എല്ലാതും കൂടി മുന്നിലേക്ക് ഇട്ടിട്ട് നന്നായി എല്ലാ ഭാഗത്തും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ എല്ലാ ഭാഗത്തും ഹെയർ ഓയിൽ പിടിക്കുള്ളൂ. പിന്നെ തേച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുട്ടികളുടെ തലയിൽ ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതല്ല, കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അവർക്ക് നീരിറങ്ങാനുള്ള ഒരു ഇത് വരും കേട്ടോ. ഇനിയിപ്പോൾ അസുഖങ്ങളൊന്നും വരില്ല, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കുട്ടികൾക്ക് പൊതുവേ അധികം നേരം വെക്കാതിരിക്കുകയാണ് നല്ലത്. വലിയവരാണെങ്കിൽ വേണമെങ്കിൽ അരമണിക്കൂർ വെക്കാം. അതും അലർജി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ തലയിൽ ഈ ഹെയർ ഓയിലിന് കൂടെ തന്നെ നമുക്ക് തേക്കാം അലോവേര ഉണ്ടല്ലോ. അലോവേര ജസ്റ്റ് തലയിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും തലയ്ക്ക്. അത് ഒരുപാട് പേരിങ്ങനെ ടിപ്പ് ചോദിച്ചിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഹെയർ കെയർ ചെയ്യാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം നന്നാവില്ല. അവിടെ നിങ്ങൾ എന്ത് തേച്ചിട്ടും കാര്യമില്ല. കാരണം എന്ത് വെള്ളം അങ്ങനെ ഒന്നും അറിയില്ലല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കിണറ്റിൽ വെള്ളം യൂസ് ചെയ്യാം, മുടിക്കൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ നാട് വിട്ട് കഴിഞ്ഞാലൊക്കെ കണക്ക് തന്നെയായിരിക്കും ഹെയർ കെയർ. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഹെയർ നോക്കാൻ. അപ്പോൾ നിങ്ങൾ വീക്ക്ലിയോ അതോ മന്ത്ലിയോ ഒക്കെ നാട്ടിൽ വരുമ്പോൾ ഹെയർ കെയർ ചെയ്യാൻ ശ്രമിക്കുക. അതല്ല എന്നുള്ളത് വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. എന്നോട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ. എന്താണ് ചേച്ചി ചെയ്യേണ്ടത്, ഹെയറിന് ഞങ്ങൾക്ക് ആകെ പ്രശ്നമാണ്, മുടി പൊട്ടിപ്പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയൊക്കെ ആണെങ്കിൽ അവിടെ ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാം. എന്തായാലും ഈ ഹെയർ ഓയിൽ വേണ്ടവർ പറയുക. ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അവിടെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നല്ല റേറ്റുള്ള എണ്ണയൊന്നുമല്ല, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓയിലും കൂടിയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇവൾ തന്നെയാണ് കേട്ടോ ഈ മസാജൊക്കെ ചെയ്യുന്നത്. അവനവനെ തന്നെ മസാജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു സുഖം കിട്ടും തലയ്ക്ക്. അവൾ കുറച്ച് നേരം അവളുടെ തല ഞാനിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു നീ തന്നെ ചെയ്ത് നോക്ക് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അവൾ തന്നെ ചെയ്യും. എന്നിട്ട് മുടിയൊക്കെ എണ്ണയൊക്കെ നന്നായി തേച്ച് കഴിഞ്ഞിട്ട് മുടി ഒന്ന് മേപ്പെട്ട് കെട്ടിവെക്കും ഞങ്ങൾ കേട്ടോ. നമ്മൾ രാത്രിയിൽ അവൾക്ക് അങ്ങനെ തന്നെയാണ് മുടി കെട്ടിവെക്കുക. രാത്രിയിൽ അങ്ങനെ മുടി കെട്ടിവെക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവാണ് നിങ്ങൾക്ക് കിട്ടുക, പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുക. അത് ഞാൻ എന്തായാലും ശരിക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ പറയുന്നത്. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അറിയാത്തവർക്ക് ഞാൻ ഒന്നും കൂടി ഇടാം കേട്ടോ. ഹെയർ രാത്രിയിലെ മുടി സംരക്ഷണം എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരമായിട്ടേ ഇരിക്കുള്ളൂ. അവൾ പ്രത്യേകിച്ച് അധികം നേരമൊന്നും ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾ തലയിൽ മുടി വേണം എന്നുള്ളവർ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ.